ഹലോ വെൽക്കം ടു എക്സാം വൈ ക്ലാസ് 8 NSMC ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് 8 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, NSMC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ അധികം ഒരുപാട് ചാൻസസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ, ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കുട്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്യാനും നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയാനും ഉള്ള ഒരു ചാൻസ് ആണ് അല്ലേ. ഓക്കെ, പ്രത്യേകിച്ച് കേരളത്തിലെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ എല്ലാവരും എഴുതുന്ന എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതാം. ഓക്കെ, റാങ്കുകൾ കിട്ടിയാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ ഉണ്ട്. ഓക്കെ, ക്യാഷ് പ്രൈസുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറം ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് റാങ്കുകളോ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ ഒന്നും കിട്ടാനുള്ള മാർക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതൊക്കെ ഒരു കോമ്പറ്റീറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഈ എക്സാമുകളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ പിന്നീട് വലിയ വലിയ എക്സാമുകൾ പിന്നീട് നമുക്ക് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഇത്തരം എക്സാമുകൾ തരുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, എക്സാം പോയി എഴുതുക. ഓക്കെ, ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെല്ലെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 കോളംസ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. കോളം എയിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും കോളം ബിയിൽ അതിന്റെ യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലുമിനസ് ഇന്റൻസിറ്റി നമുക്കറിയാം. ലുമിനസ് ഇന്റൻസിറ്റി ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് കാൻലയാണ് അല്ലേ, കാൻലയാണ് ഇതിന്റെ യൂണിറ്റ്. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം മോളാണ്. ഓക്കെ, മോളാണ്. പിന്നീടോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ v - u/t ആണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി ബൈ ടൈമിന്റെ യൂണിറ്റ് കണ്ടാൽ മതി. വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. മൊമെന്റത്തിന്റെ ഇക്വേഷൻ P = mv ആണ്. mv മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയണമെന്നില്ല, അറിയുന്നത് മാച്ച് ചെയ്താലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആകുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ചില യൂണിറ്റുകൾ നമുക്ക് അറിയണമെന്നില്ല. ഓക്കെ, പക്ഷെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിറൈവ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും ഡെൻസിറ്റിൻ്റെ യൂണിറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഇക്വേഷനിൽ നിന്ന് നമുക്ക് യൂണിറ്റ് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ CGS യൂണിറ്റ് ഓഫ് ആവറേജ് സ്പീഡ്. നമുക്ക് കുറച്ച് സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ ഉണ്ട് അല്ലേ. SI സിസ്റ്റം ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മീറ്റർ ലെങ്ത്തിന് നമ്മൾ മീറ്ററിൽ റെപ്രസെന്റ് ചെയ്യും, അതുപോലെ മാസിന് നമ്മൾ കിലോഗ്രാമിന് റെപ്രസെന്റ് ചെയ്യും, അതുപോലെ ടൈമിന് നമ്മൾ സെക്കൻഡ് റെപ്രസെന്റ് ചെയ്യും. അതെല്ലാം SI സിസ്റ്റം ആണ് അല്ലേ. അതുപോലെ വേറെയും സിസ്റ്റം ഓഫ് യൂണിറ്റ്സുകൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. CGS സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ, CGS സിസ്റ്റം ഓഫ് യൂണിറ്റ്. അതിൽ നമ്മൾ ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യാം. ലെങ്ത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സെന്റിമീറ്ററിലാണ്. ഓക്കെ, അതുപോലെ നമ്മൾ മാസിനെ റെപ്രസെന്റ് ചെയ്യുക ഗ്രാമിലാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുക ഏതിലാടാ? സെക്കൻഡ്സിൽ. CGS. C സെന്റിമീറ്റർ, G ഗ്രാം, S സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ അതാ പേര് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? CGS യൂണിറ്റ് ഓഫ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡിന്റെ CGS യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സ്പീഡിന്റെയും ആവറേജ് സ്പീഡിന്റെ ഒക്കെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് നമ്മൾ SI യൂണിറ്റിലാണ് പറയുന്നത്. ഇത് നമ്മൾ CGSലോട്ട് മാറ്റുമ്പോൾ മീറ്ററിന് പകരം സെന്റിമീറ്റർ വരും, ഡിവൈഡഡ് ബൈ സെക്കൻഡ്, സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ CGS സിസ്റ്റത്തിൽ ലെങ്ത്തിനെ സെന്റിമീറ്ററിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്ന് അറിയണം. ഓക്കെ, വേറെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടേണ്ട സിസ്റ്റം ഓഫ് യൂണിറ്റുകളാണ് FPS-ഉം MKS-ഉം. ഓക്കെ, MKS അതുപോലെ FPS. ഓക്കെ, അഗെയിൻ നമുക്ക് ആ പേരിന്ന് എടുക്കാവുന്നതാണ്. MKS-ന് നമ്മൾ ലെങ്ത്തിനെ മീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുക, മാസിന് കിലോഗ്രാമിലാണ് റെപ്രസെന്റ് ചെയ്യുക, K. ഓക്കെ, ടൈമിനെ സെക്കൻഡ്സിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ FPS നമ്മളെ ലെങ്ത്തിനെ നമ്മൾ ഫൂട്ടിലാണ് റെപ്രസെന്റ് ചെയ്യുക, ഫൂട്ട്. ഓക്കെ, P നമ്മളെ മാസിനെ പൗണ്ടിലാണ് റെപ്രസെന്റ് ചെയ്യുക.
ഓക്കെ, ടൈമിനെ സെക്കൻഡ്സിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചിട്ട് പോയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇയാളാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ സ്കൂൾ എക്സാമിന് പഠിക്കുന്നത് മാത്രമല്ല, കുറച്ചൊക്കെ എന്തെങ്കിലും അധികമൊക്കെ ആയിട്ട് നമുക്ക് NSMCക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ രണ്ട് സിസ്റ്റമാണ്. SI നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. CGS അതിൻ്റെ കൂടെ ഓർത്ത് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കൺവേർഷൻ ആണ്. The density of a substance is 8 gram per centimeter cube. Its value in SI units kilogram per meter cube മാറ്റാനാണ്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദ്യം? 8 gram per centimeter cube കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ എഴുതുമ്പോൾ എത്രയായിരിക്കും അതിന്റെ വാല്യൂ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഈ കൺവേർഷൻ അറിയുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോട്ട് മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 1000 ആണ്. ജസ്റ്റ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെച്ചോ. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോട്ട് മാറ്റാൻ ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺവേർഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് NSMCക്ക് മാത്രമല്ല പല ഇമ്പോർട്ടൻറ്റ് മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ ഇനി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിനെ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലോട്ട് മാറ്റാനോ? അപ്പോൾ ഡിവൈഡ് ചെയ്യും. സിമ്പിൾ ലോജിക്. ഓക്കെ, അതായത് കിലോഗ്രാം പെർ കൺവേർഷൻ ഇങ്ങോട്ടാന്ന് വിചാരിച്ചു. കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിനെ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലോട്ടാണെങ്കിൽ നിങ്ങൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം, അല്ലെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടും സെയിം ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 1000 എന്ന് പറഞ്ഞാലും ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാലും ഒരു സാധനം തന്നെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ കൺവേർഷൻ എങ്ങനെയാണ് വന്നത് എന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കി, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോട്ട് നമ്മൾ എങ്ങനെ മാറ്റുന്നത് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണത് മാറ്റുന്നത് പഠിച്ചു വെച്ചാൽ വേറൊരു ഉപകാരം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറെയും കൺവേർഷൻസ് വന്നാൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ് അല്ലേ? ഇപ്പോൾ ഇത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിക്ക് വരുന്നത് മാറ്റുന്നത് കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു 1000 എന്ന് കാണാതെ പഠിച്ചു വെച്ച് പോകുന്നത്. ഇനി എങ്ങനെയാണ് ഇൻറ്റു 1000 വന്നത് എന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് വേറെ പല കൺവേർഷൻസും വന്നാൽ നമുക്ക് എഴുതാൻ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചോ. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിനെ ഞാൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോട്ട് മാറ്റാൻ പോവാണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്രാം എത്ര കിലോഗ്രാം ആണെന്ന് നോക്കാം. ഓക്കെ, നേരെ ഇയാളിലോട്ട് മാറ്റാൻ പോവാണ് ആദ്യം. ഓക്കെ, ഒരു ഗ്രാം എത്ര കിലോഗ്രാം ആണ്? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പോൾ 1 ഗ്രാം എത്ര കിലോഗ്രാമാ? 10⁻³ കിലോഗ്രാം. 10⁻³ കിലോഗ്രാം. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി ഞാൻ ഇയാളെ ഇങ്ങോട്ട് മാറ്റാൻ പോണേ. സെന്റിമീറ്റർ. ഒരു സെന്റിമീറ്റർ എത്ര മീറ്റർ ആണ് നോക്കാം. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്, അല്ലെങ്കിൽ 1/100 മീറ്റർ ആണ്. അതിൻ്റെ കൂടെ ഒരു ക്യൂബും കൂടി ഉണ്ട്, ഒരു ഹോൾ ക്യൂബ്. കാരണം സെന്റിമീറ്റർ ക്യൂബാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ഹോൾ ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും 10⁻³ ഡിവൈഡഡ് ബൈ 10⁻² ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. Here we go. ഓക്കെ, അപ്പോൾ കൺവേർഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് പഠിച്ചാൽ വളരെ നല്ലതാണ്. നോക്കിക്കോ, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിനെ നമ്മളെങ്ങനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഈ കൺവേർഷൻ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവേർഷൻ ആണ്. ഓക്കെ, ഇതിനപ്പുറം വേറെ വല്ല ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡും പഠിച്ചിട്ട് പോവാം. എന്താ നമ്മൾ ചെയ്തത്? ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റി, സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റി, പിന്നെ ഇവിടെ ഒരു ക്യൂബ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒരു ഹോൾ ക്യൂബും കൊടുത്തു. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ഹവറിലോട്ട്, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് എല്ലാം മാറ്റി നോക്കാം. നമുക്ക് ആ കൺവേർഷൻ അറിയുന്നതാണ് അല്ലേ? കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ സ്റ്റിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ കൺവേർട്ട് ചെയ്ത് പഠിച്ചു നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് കണ്ടെയ്ൻസ് ഓൺലി SI ബേസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാത്രമുള്ള സെറ്റ് ഏതാണെന്ന് ചോദ്യം. നമുക്കറിയാം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്കറിയാം അല്ലേ? നോക്ക്, ഏതൊക്കെയാണ്? ലെങ്ത്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ടൈം, ലൂമിനസ് ഇന്റൻസിറ്റി, മാസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം യൂണിറ്റ് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അതിൻ്റെ എല്ലാം കൂടി യൂണിറ്റ് കൂടി പഠിച്ചു വെക്കണം. ഓക്കെ,
അതിൽ ലെങ്ത് നമുക്ക് കുഴപ്പമുണ്ടാവില്ല, ടൈം നമുക്ക് കുഴപ്പമുണ്ടാവില്ല. മാസ് കിലോഗ്രാം ആണ്, ഗ്രാം അല്ല എന്ന് നന്നായിട്ട് ഓർത്ത് വെക്കണം. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് അല്ല, കെൽവിൻ ആണ്, മറന്നു പോകരുത്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്, പക്ഷെ കെൽവിൻ ആണ് നമ്മൾ സയന്റിഫിക്കലി അല്ലെങ്കിൽ SI സിസ്റ്റത്തിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ് യൂണിറ്റ്. ഓക്കെ, ലുമിനസ് ഇന്റൻസിറ്റി കാൻഡില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാത്രമുള്ള സെറ്റ് ഏതാണ്? ലെങ്ത്, മാസ്, ടൈം. ഫോഴ്സ് അല്ലട, ഫോഴ്സ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. പിന്നെയോ ലെങ്ത്, ടൈം, ഏരിയ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് സെക്കൻഡ് സെറ്റിൽ. തേർഡ് സെറ്റ് നമ്മൾ നോക്കുമ്പോൾ ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ. ഓക്കെ, തേർഡ് സെറ്റ് അല്ലേ, അതാണ് എല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരു സെറ്റ്. നാലാമത്തെ സെറ്റിൽ സ്പീഡ് എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, മൂവിങ് ഓൺ. വളരെ ഈസി ഉള്ള ക്വസ്റ്റൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? അഗെയിൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏരിയ അല്ല അല്ലേ, ഏരിയ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ഹൈറ്റ് ആണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റുഡന്റ് ക്ലെയിംസ് ദാറ്റ് ഡെൻസിറ്റി ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ബിക്കോസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ യൂണിറ്റ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഡെൻസിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോടാ? അല്ല, ഈ സ്റ്റുഡന്റ് തെറ്റാണല്ലേ. ഡെൻസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്, മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. ദ സ്റ്റുഡന്റ് ഈസ് കറക്റ്റ്. തെറ്റാണ്, ഓപ്ഷൻ തെറ്റാണ്. ഡെൻസിറ്റി ഈസ് ഡിറൈവ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം മാസ് ആൻഡ് വോളിയം. വെരി ഗുഡ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഡെൻസിറ്റി ഈസ് ഫണ്ടമെന്റൽ. തെറ്റാണ്. ഡെൻസിറ്റി ഈസ് നെയ്തർ ഫണ്ടമെന്റൽ നോർ ഡിറൈവ്ഡ്. തെറ്റാണ്, അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഇല്ല അല്ലേ. ഒന്നെങ്കിൽ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഡിറൈവ്ഡ്. ഓക്കെ, അപ്പോൾ ആ 7 ആൾക്കാർ നമ്മൾ നേരത്തെ കാണിച്ച ബോക്സിൽ കാണിച്ച ഈ 7 ആൾക്കാരല്ലാത്ത എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, കണ്ണും പൂട്ടി നമുക്ക് പറയാം ആ 7 ആൾക്കാരല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 7 ആൾക്കാരല്ലാത്ത എല്ലാവരും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്വാണ്ടിറ്റി ഹാസ് സെയിം യൂണിറ്റ് ആസ് ഏരിയ? ഈസി അല്ലേ. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പോൾ മീറ്റർ സ്ക്വയറിൻ്റെ യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റി ഏതാ നോക്കാം. ലെങ്ത് ഇൻറ്റു ലെങ്ത്, മീറ്റർ ഇൻറ്റു മീറ്റർ. യെസ്, എ അല്ലേ, മീറ്റർ ഇൻറ്റു മീറ്റർ. ബാക്കിയും കൂടി നോക്കാം. ലെങ്ത് ബൈ ടൈം, യൂണിറ്റ് എന്തായിരിക്കും? ലെങ്ത്തിന് മീറ്റർ, ടൈമിന് സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി മാസ് ഇൻറ്റു ലെങ്ത് എന്തായിരിക്കും യൂണിറ്റ്? കിലോഗ്രാം മീറ്റർ അല്ലേ. വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത്, മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ മീറ്റർ അല്ലേ. അപ്പോൾ അത് മീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. വേണമെങ്കിൽ ചെയ്ത് നോക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ എ തന്നെ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷന് നമ്മൾ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കാൻ അറിയണം. ഓക്കെ, അതുപോലെ യൂണിറ്റ് കൺവേർഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ. ബാക്കിയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസിൽ മാർക്ക് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്? യൂണിറ്റ് കൺവേർഷൻസും അതുപോലെ നമ്മുടെ ഇക്വേഷൻസിന് യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കും. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു അല്ലേ. വളരെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ 8ാം ക്ലാസ്സുകാരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം, അതിൻ്റെ യൂണിറ്റ്സും അറിയണം. ഓക്കെ, അല്ലാതെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റുകൾ ഇപ്പോഴേ പഠിച്ചു വെക്കൽ നമുക്ക് നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ നോക്ക്, വിച്ച് സെറ്റ് കണ്ടെയ്ൻസ് ഓൺലി ഫണ്ടമെന്റൽ ബേസ് ക്വാണ്ടിറ്റീസ്? അഗെയിൻ മാസ്, ഫോഴ്സ്, ടൈം ആണോ? അല്ല. വെലോസിറ്റി ആണോ? അല്ല. ചാർജ്, കറണ്ട്, മാസ്. തെറ്റാണ് അല്ലേ. കറണ്ട് അതെ, പക്ഷെ ചാർജ് അല്ല. ഓക്കെ, ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കറണ്ട് ആണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ചാർജ് അല്ല. ഓക്കെ, ഇനിയോ ലെങ്ത്, ടെമ്പറേച്ചർ. യെസ്, ലെങ്ത്തും ടെമ്പറേച്ചറും ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന 7 ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ആ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഡിറൈവ്ഡ് ഒരു എക്സാമ്പിൾ നമ്മൾ നന്നായിട്ട് കാണിച്ചു തന്നു. ഡെൻസിറ്റി, അതിൻ്റെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആയിരുന്നു അല്ലേ. മാസ് ബൈ വോളിയം ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ യൂണിറ്റ് ഡിറൈവ് എടുത്തു. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, യെസ്, 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു. ഇതിൽ വേറൊരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്, ലെങ്ത്തിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് യൂണിറ്റുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാനോമീറ്റർ ചെറിയ മെഷർമെൻ്റ് അല്ലേ, ചെറിയ മെഷർമെൻ്റ് ആണ്. പക്ഷെ അത് എത്രയാണെന്ന് അറിയണം. ചെറുതാണെന്ന് പറഞ്ഞാൽ പോരാ. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. ഓക്കെ, മറന്നു പോകരുത്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ
ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിനെ നമ്മൾ എന്താക്കി 1/10⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത്രയും കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങളാണ് നോക്ക്. ഓക്കെ, ഒരു മീറ്ററിന് നമ്മൾ 100 കഷ്ണങ്ങളാക്കിയാൽ അതിലൊന്നാണ് 1 സെന്റിമീറ്റർ. അതുപോലെ 10⁻⁹ കഷ്ണങ്ങളാക്കി അത് എത്രത്തോളം ഉണ്ടാവും നോക്കുക, അതിലൊരു കഷ്ണം മാത്രമാണ് നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ് 10⁻⁹ മീറ്റർ. ഓക്കെ, പക്ഷേ ഉത്തരമായിട്ടില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1 നാനോമീറ്റർ ഇസ് ഈക്വൽ ടു, ഓക്കെ, ഓപ്ഷൻസ് എല്ലാം മില്ലിമീറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, നോക്കിക്കോ, നാനോമീറ്ററിനെ ഡയറക്റ്റ്ലി മീറ്ററിലോട്ട് മാറ്റാൻ അറിഞ്ഞാൽ ബാക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ് നമുക്കറിയാം. ഇനി 10⁻⁹ മീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി, പരിപാടി കഴിഞ്ഞു അല്ലേ. 10⁻⁻⁹ മീറ്റർ, 1 നാനോമീറ്റർ എന്നാൽ 10⁻⁻⁹ മീറ്റർ ആണ്. അപ്പോൾ 10⁻⁻⁹ മീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, എന്തിനാണ് നമ്മൾ മില്ലിമീറ്ററിലോട്ട് ആക്കുന്നത്, ഓപ്ഷൻസ് എല്ലാം മില്ലിമീറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മില്ലിമീറ്റേഴ്സാണ് അല്ലേ, അതും കൂടി നമുക്കറിയണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മില്ലിമീറ്റേഴ്സ് ആണ്. 1000 മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ. അങ്ങനെയാണെങ്കിൽ 10⁻⁻⁹ മീറ്റർ എത്ര മില്ലിമീറ്റർ ആയിരിക്കും, 10⁻⁻⁹ ഇൻറ്റു 10⁻³ മില്ലിമീറ്റേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻⁶ മില്ലിമീറ്റർ. ഓക്കെ, 10⁻⁻⁶, ഓപ്ഷൻ സി. ഓക്കെ, ശ്രദ്ധിക്കണം, 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്റർ ആണ്. ആ 10⁻⁻⁹ മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻�6 മില്ലിമീറ്റർ ആണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഒരു കൺവേർഷൻ ഇവിടെ നടത്തി. അഗെയിൻ കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നാനോമീറ്റർ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ആങ്സ്ട്രോം. ഓക്കെ, 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ, ആങ്സ്ട്രോം നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എ അതിന് മേലൊരു 0. ഓക്കെ, ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ ആണ്. ഓക്കെ, ചില കൺവേർഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ലെങ്ത്തിൻ്റെ. ഓക്കെ, അതുപോലെ മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 10⁻⁻6 മീറ്റർ ആണ്. ഓക്കെ, ആങ്സ്ട്രോം, മൈക്രോമീറ്റർ, മില്ലി സെൻറ്റി ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, നാനോ നമുക്കറിയുന്നതാണ്. പൈക്കോമീറ്റർ. ഓക്കെ, 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻12 മീറ്റർ ആണ്. ഓക്കെ, ജസ്റ്റ് പുറത്ത് വെച്ചിട്ട് പോകാം. ഇതുപോലെ വലിയ യൂണിറ്റ്സുകളുണ്ട് അല്ലേ, കിലോമീറ്റർ, ഹെക്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂണിറ്റ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. ചെറിയ യൂണിറ്റ്സ്, വലിയ യൂണിറ്റ്സുകൾ കിലോമീറ്റർ. ഓക്കെ ഓക്കെ, കിലോമീറ്റർ. പിന്നെയോ മെഗാമീറ്റർ. ഓക്കെ, മെഗാ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10⁻6 ആണ്. ഓക്കെ, ഇത് 1 മെഗാമീറ്റർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, 1 മെഗാമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മീറ്ററിലോട്ടാക്കാൻ 10⁻6 മീറ്റർ. ഓക്കെ, മറ്റേത് 10⁻⁻6 ആണ്, ഇത് 10⁻6 ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6, മെഗാ എന്ന് പറഞ്ഞാൽ 10⁻+6. ഓക്കെ, അടുത്തത് എ ടാങ്ക് കണ്ടെയ്ൻസ് 3.5 ലിറ്റർ ഓഫ് വാട്ടർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം ഇൻ സെന്റിമീറ്റർ ക്യൂബ്? അഗെയിൻ ഓക്കെ, കൺവേർഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 3.5 ലിറ്റർ എത്ര സെന്റിമീറ്റർ ക്യൂബ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കൺവേർഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ട ഒരു കൺവേർഷൻ ഉണ്ട്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. ഓക്കെ, ഈ ഒരു കൺവേർഷൻ നമുക്കറിയണം. മീറ്റർ ക്യൂബും ലിറ്ററും നമ്മളെ വോളിയത്തിൻ്റെ യൂണിറ്റുകളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കൺവേർഷൻ നമുക്കറിയണം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. ഇത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പ വഴി, നമ്മുടെ വീട്ടിലുള്ള ടാങ്ക് സങ്കല്പിക്കാം. ഓക്കെ, ആ ടാങ്കിൽ ഒരു 1000 ലിറ്റർ കൊള്ളുന്ന സങ്കല്പിക്കുക. അതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 മീറ്റർ ക്യൂബുള്ള ഒരു ടാങ്ക് സങ്കല്പിക്കുക. അതിൽ കൊള്ളാവുന്ന വോളിയം എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആയിരിക്കും. നമുക്ക് ലോജിക്കലി ആലോചിച്ച് നോക്കാവുന്ന അല്ലേ. 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 3.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ, ഓക്കെ, 3.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 3.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ക്യൂബ് ആയിരിക്കും? എത്ര സെന്റിമീറ്റർ ക്യൂബ് ആണെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് മീറ്റർ ക്യൂബിലോട്ട് മാറ്റണം. ഓക്കെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ക്യൂബാണ്.
അപ്പോൾ 3.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ 3.5 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. ഈ -3 എവിടുന്നാണ് വരുന്നത്? നമ്മൾ മീറ്റർ ക്യൂബിന് ലിറ്ററോട്ട് മാറ്റാൻ ഇൻറ്റു 10⁻³. അപ്പോൾ ലിറ്ററിന് മീറ്റർ ക്യൂബിലോട്ട് മാറ്റാൻ ഇൻറ്റു 10⁻³ ഇവിടെ നിന്ന് അങ്ങോട്ട് 10⁻³ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് 10⁻³ ഓക്കെ. അപ്പോൾ 3.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ 3.5 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബാണ്. അവിടെ പരിപാടി കഴിയുന്നില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്നാണ്. അപ്പോൾ 3.5 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്നാണ്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 10² ഹോൾ ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആൻസർ എത്ര വരിക? 3.5 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻⁶ വിച്ച് ഈസ് ഈക്വൽ ടു 3.5 ഇൻറ്റു 10⁻³ ഓക്കെ. ആൻസർ എത്ര വരിക? 35 കഴിഞ്ഞിട്ട് 2 0 3500 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നും കൂടി പറയാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3.5 ലിറ്റർ എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺവേർഷൻ ഉണ്ട്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. 1 മീറ്റർ ക്യൂബ് വോളിയത്തിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ. 1000 ലിറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇയാൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തു. 3.5 ലിറ്ററിനെ മീറ്റർ ക്യൂബിലോട്ട് ആക്കി. ഓക്കെ. മീറ്റർ ക്യൂബിലോട്ട് എന്താക്കി? മീറ്റർ ക്യൂബിനെ പിന്നീട് സെൻറ്റിമീറ്റർ ക്യൂബിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. അപ്പോൾ 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ. അപ്പോൾ 3.5 ലിറ്റർ ഇസ് ഈക്വൽ ടു 3.5 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. ഓക്കെ. ഇനിയോ ആ മീറ്റർ ക്യൂബിനെ പിന്നെ പിടിച്ചിട്ട് ഞാൻ സെൻറ്റിമീറ്റർ ക്യൂബിലാക്കുന്നതാണ് ഈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അതെങ്ങനെയാണ് ചെയ്യുക? മീറ്റർ ക്യൂബ് മീറ്ററിനെ സെൻറ്റിമീറ്ററിൽ എങ്ങനെ ആക്കാം? മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 10² ആണ്. അപ്പോൾ മീറ്റർ ക്യൂബിനെ സെൻറ്റിമീറ്റർ ക്യൂബിലോട്ട് മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് 10² ഹോൾ ക്യൂബ് ആണ്. ഓക്കെ. അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ കൺവേർഷൻസ് ആദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ. ചിലപ്പോൾ ചില ലെങ്തിയർ ആയിട്ടുള്ള കൺവേർഷൻസ് ഒക്കെ വരും. ഇതൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിലും ലെങ്തിയർ ആയിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം എടുക്കാം. ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഈസ് റിട്ടേൺ കറക്റ്റ്ലി പെർ എസ്ഐ കൺവെൻഷൻസ്. ഓക്കെ. നമുക്കറിയാം യൂണിറ്റുകൾ നമുക്ക് തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല അല്ലേ. റൂൾസ് ഓഫ് റൈറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റുകൾ എഴുതുന്നതിന് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് നോക്കി 10 കിലോഗ്രാംസ്. അത് മൊത്തം തെറ്റാണ് അല്ലേ. ഇവിടെ പ്ലൂരൽ പാടില്ല. കിലോഗ്രാംസ് എന്ന് പറയില്ല, കിലോഗ്രാം. കൂടാതെ ഇവിടെ ഒരു സ്പേസ് കൂടെ വേണം. സോ ഓപ്ഷൻ എ തെറ്റാണ്, കറക്റ്റ് അല്ല. അടുത്തതോ 10 ഡിഗ്രി കെൽവിൻ. അങ്ങനെ ആണെങ്കിലും എഴുതോ 10 കെൽവിൻ ആണെന്നാണ് ഇതല്ലേ. 10 കെൽവിൻ തെറ്റാണ്. അടുത്തതോ 10 കെൽവിൻ. കറക്റ്റ് ആണല്ലോ അല്ലേ. കെൽവിൻ ലോർഡ് കെൽവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്ന് എടുത്ത യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ. കെൽവിൻസ് ഇതും തെറ്റാണ്, പ്ലൂറൽ ആണ്. ഓക്കെ. അപ്പോൾ പ്ലൂറൽ പാടില്ല. നമ്മൾ നമ്പർ കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഇടണം. ഓക്കെ. പിന്നെ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്ന് എടുത്ത യൂണിറ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതണം. ഫോർ എക്സാമ്പിൾ കെൽവിൻ, ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ, ഫോർ എക്സാമ്പിൾ പാസ്കൽ. ഓക്കെ. ഇതെല്ലാം സയന്റിസ്റ്റിന്റെ പേരിൽ നിന്ന് എടുത്തുള്ളതാണ്. ജൂൾ. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ക്യാപിറ്റൽ വേണം. ഒറ്റ ലെറ്റർ ആക്കി എഴുതാണെന്നുണ്ടെങ്കിൽ, സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിലോ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി എഴുതാണെന്നുണ്ടെങ്കിലോ അപ്പോൾ എല്ലാം സ്മോൾ ലെറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ, കെൽവിൻ. ഓക്കെ. അതെല്ലാം അപ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് എഴുതുമ്പോൾ എല്ലാം സ്മോൾ ലെറ്റർ, സിമ്പിൾ ആക്കി എഴുതുമ്പോൾ അത് സയന്റിസ്റ്റിന്റെ പേര് എന്നുള്ളതാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ അതും സ്മോൾ ലെറ്റർ. ക്ലിയർ? റൂൾസ് ഓഫ് റൈറ്റിംഗ് യൂണിറ്റ്സ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. അടുത്തത് when a unit is named after a person the symbol and full name follows which rule. നമ്മളിപ്പോൾ പറഞ്ഞാണല്ലേ ഒരു പേഴ്സണിന്റെ നെയിം എടുത്താണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ കെൽവിൻ, ലോർഡ് കെൽവിൻ എന്നാണ് സയന്റിസ്റ്റിന്റെ പേര് എടുത്താണ്. അപ്പോൾ അത് സിമ്പിൾ ആക്കി എഴുതുമ്പോൾ ക്യാപിറ്റൽ ആക്കി എഴുതുക,
കംപ്ലീറ്റ് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ദ സിമ്പിൾ ആൻഡ് ഫുൾ നെയിം ഫോളോസ് വിച്ച് റോൾ? സിമ്പിൾ ഈസ് ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ഫുൾ നെയിം ലോവർ കേസ് അല്ലേ? സിമ്പിൾ ക്യാപിറ്റലൈസ്ഡും നെയിം ലോവർ കേസും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, വിച്ച് ഓപ്ഷൻ കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് 5 സ്ക്വയർ മീറ്റേഴ്സ്? 5 സ്ക്വയർ മീറ്റർ നമ്മൾ എങ്ങനെ എഴുതാം? 5 മീറ്റർ സ്ക്വയർ അല്ലേ? 5 കഴിഞ്ഞിട്ട് മീറ്ററിനൊരു സ്ക്വയർ ആണ്. മീറ്ററിന്റെ ക്യാപിറ്റൽ അല്ല, തെറ്റാണല്ലേ? ഞാൻ പറഞ്ഞു സിമ്പിളാക്കി എഴുതുമ്പോൾ അത് സയന്റിസ്റ്റിന്റെ പേരെന്നാണെങ്കിൽ മാത്രമേ നമ്മളത് ക്യാപിറ്റലാക്കി എഴുതുള്ളൂ. മീറ്റർ ഒരു സയന്റിസ്റ്റിന്റെ പേരൊന്നല്ല. ഓക്കെ, അത് സ്മോൾ ലെറ്റർ ആണ് എഴുതാൻ. 5 മീറ്റർ സ്ക്വയർ. ഓക്കെ, 5 മീറ്റർ സ്ക്വയർ. ഓക്കെ, റൂൾസ് ഓഫ് റൈറ്റിംഗ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ന്യൂട്ടൺ, കെൽവിൻ, ജൂൾ പോലുള്ള സയന്റിസ്റ്റിന്റെ പേരാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതണം. അല്ലാന്നുണ്ടെങ്കിലോ മീറ്റർ, ഓക്കെ, കിലോഗ്രാം പോലുള്ള സയന്റിസ്റ്റിന്റെ പേരൊന്നും അല്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾസ് നമ്മൾ സ്മോൾ ലെറ്റർ ആക്കി എഴുതണം. ഓക്കെ, പിന്നെയോ കംപ്ലീറ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എല്ലാം സ്മോൾ ലെറ്റേഴ്സിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ മീറ്റർ. ഓക്കെ, പിന്നെയോ ജൂൾ. ഓക്കെ, ന്യൂട്ടൺ, ഇങ്ങനെയാണ് എഴുതാം. ഓക്കെ, പിന്നെ 10 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് നമ്മളെ നമ്പേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വേണം. ഓക്കെ, പിന്നെയോ നമ്മളെ പ്ലൂരൽസ് പാടില്ല. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. ദ വാല്യൂ ഓഫ് 1 ജൂൾ ഇൻ എ സിസ്റ്റം വെർ മാസ് ഈസ് മെഷേർഡ് ഇൻ 100 gram, ലെങ്ത് ഇൻ 10 centimeter ആൻഡ് ടൈം ഇൻ 100 seconds. എടാ, ഇത് കുറച്ച് നമുക്ക് സമയം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മുന്നേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ കുറേ സമയം വേസ്റ്റ് ചെയ്യരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് വേണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് റാങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷെ ആദ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, ഇത് കൺവേർഷൻ ആണ്, പക്ഷെ ഈസി ആയിട്ടുള്ള ഒരു കൺവേർഷൻ അല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 ജൂൾ ആണ് നമ്മുടെ ഇപ്പോഴത്തെ SI സിസ്റ്റത്തിലെ 1 ജൂളിൽ നമ്മൾ പിടിച്ചിട്ട് പുതിയൊരു സിസ്റ്റത്തിലെ ഈ 1 ജൂൾ എത്ര യൂണിറ്റ് ആണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1 ജൂള് പുതിയൊരു സിസ്റ്റത്തിൽ എത്ര യൂണിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് പുതിയ സിസ്റ്റത്തിലെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയ സിസ്റ്റത്തിലെ കൺവേർഷൻസ് ഉണ്ട്. പുതിയ സിസ്റ്റത്തിലെ 100 gram ആണ് ഒരു യൂണിറ്റ് മാസ്. നമ്മളെ SI സിസ്റ്റത്തിലെ 1 kilogram ആണ് ഒരു യൂണിറ്റ് മാസ്. പുതിയ സിസ്റ്റത്തിലെ 100 gram ആണ് ഒരു യൂണിറ്റ് മാസ്. അതുപോലെ 10 centimeter ആണ് ഒരു യൂണിറ്റ് മാസ്. 1 യൂണിറ്റ് ലെങ്ത്. അതുപോലെ 100 സെക്കൻഡ് ആണ് ഒരു യൂണിറ്റ് സെക്കൻഡ്. നമ്മൾ പെട്ട്. ഓക്കെ, കാരണം എന്താ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ജൂളിനെ പിടിച്ചിട്ട് കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് ആ രൂപത്തിലോട്ട് ആദ്യം മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അറിയുന്ന സാധനങ്ങളെ അല്ലെങ്കിൽ പുതിയ സിസ്റ്റത്തിലുള്ള യൂണിറ്റുകളെല്ലാം എന്താണ് നമുക്ക് തന്നിട്ടുള്ള കൺവേർഷൻസ് ഗ്രാം, സെന്റിമീറ്റർ, സെക്കൻഡ് ഈ രൂപത്തിലാണ്. അപ്പൊ നമുക്ക് ആദ്യം ജൂളിനെ പിടിച്ചിട്ട് കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് ആ ഹോമിലോട്ട് മാറ്റാം. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയണം. ജൂൾ എന്ന് പറഞ്ഞാൽ വർക്കിന്റെ ഒരു യൂണിറ്റ് ആണ്. വർക്കിന്റെ ഇക്വേഷൻ ഉണ്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ? മീറ്റർ. ഓക്കെ, അഗെയിൻ ഇതെന്തായിട്ടില്ല, ഇപ്പൊ കിലോഗ്രാം നമ്മളെ കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് എന്ന് പറഞ്ഞ രൂപത്തിലായിട്ടില്ല. നമുക്ക് ഇയാളെ പിടിച്ചിട്ട് വീണ്ടും മാറ്റണം. എങ്ങനെയാ മാറ്റുക? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്, F = ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ നമ്മൾ അവിടെ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. ആക്സിലറേഷൻ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബാക്കി അവിടെ ഒരു മീറ്ററും കൂടി ഉണ്ട്, അതും കൂടി എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ അതെല്ലാം കൂടി ചുരുക്കി എഴുതിയാൽ കിലോഗ്രാം, മീറ്റർ സ്ക്വയർ, സെക്കൻഡ് റേസ് ടു -2 എന്ന് കിട്ടും. ഓക്കെ, ഞാനിവിടെ എന്താ ചെയ്തത്? എനിക്ക് ഒരു ജൂളിനെ പുതിയ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് എൻ്റെ ഡ്യൂട്ടി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫോഴ്സ് ജൂളിലാണ് തന്നിട്ടുള്ളത്. എനിക്ക് കൺവേർഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുള്ളത് ഗ്രാം, സെന്റിമീറ്റർ, സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം? മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെ ടേംസിലോട്ട് ഇയാളെ മാറ്റിയെടുക്കണം. അപ്പൊ ഞാൻ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു?
ഈ ജൂള് വർക്കിന്റെ ഒരു യൂണിറ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ എഫ് ഇൻറ്റു എസ് എന്ന് ഞാൻ ആദ്യം എഴുതി. ഓക്കെ, എന്നിട്ട് എഫ് ഇൻറ്റു എസിന്റെ യൂണിറ്റ് കൊടുത്തു നോക്കി, ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, ന്യൂട്ടൺ മീറ്ററിൽ എന്തില്ല? ന്യൂട്ടന്റെ കാര്യം നമുക്കറിയില്ല, ന്യൂട്ടന്റെ കൺവേർഷൻ നമുക്കറിയില്ല. നമുക്കെല്ലാം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അറിയുന്ന ആൾക്കാരിലോട്ട് മാറ്റണം. അപ്പൊ ഞാൻ ന്യൂട്ടനെ വീണ്ടും മാറ്റി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കി. ഓക്കെ, ബാക്കി ഒരു മീറ്ററും കൂടി ഉണ്ട്, അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എനിക്ക് ലാസ്റ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 1 കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 ജൂള് തന്നെയാണ് ഇയാള്. 1 ജൂൾ ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 2. നമുക്ക് അറിയുന്ന ആൾക്കാരാക്കി മാറ്റിയതാ. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യാം. 1 ജൂൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 2. ഇതിനെ ഞാൻ എൻ്റെ പുതിയ യൂണിറ്റിലോട്ട് മാറ്റാൻ പോകണം, പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ, ഇതുള്ള സിസ്റ്റം ഒന്നല്ല, ഇത് നമ്മളായിട്ട് ഡിറൈവ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, അവിടുത്തെ മാസിന്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ആണ്. അപ്പൊ നമ്മൾ മാറ്റാൻ പോവാണ് 1 കിലോഗ്രാം. നമ്മൾ നേരത്തെ മാറ്റിയിരുന്നില്ല, എല്ലാവരും പിടിച്ച് ഓരോന്നിനും പിടിച്ച് മാറ്റാം. കിലോഗ്രാമിനെ പിടിച്ച് മാറ്റാം, മീറ്ററിനെ പിടിച്ച് മാറ്റാം, സെക്കൻഡിനെ പിടിച്ച് മാറ്റാം, അങ്ങനെ. ഓക്കെ, അപ്പൊ 1 കിലോഗ്രാമിൽ എത്ര 100 ഗ്രാം ഉണ്ട് നോക്കാം ആദ്യം. ഓക്കെ, 1 കിലോഗ്രാമിലെ 10 ഗ്രാംസ് ആണുള്ളത്. ഓക്കെ, 1 കിലോഗ്രാമിൽ 10 ഗ്രാംസ് ആണുള്ളത്. ഇനിയോ മീറ്റർ ഇവിടുത്തെ യൂണിറ്റ് എത്രയാണ്? ഇവിടുത്തെ ലെങ്ത്തിന്റെ യൂണിറ്റ് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ ആണ് അവിടുത്തെ ഒരു ലെങ്ത്തിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഒരു മീറ്ററിൽ എത്ര 10 സെന്റിമീറ്റർ ഉണ്ട്? 10. ബാക്കി അവിടെ ഒരു സ്ക്വയറും കൂടി ഉണ്ട്, മീറ്ററിന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ ആ സ്ക്വയറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റിലെ 100 സെക്കൻഡ് ആണ് ഒരു യൂണിറ്റിന്റെ ടൈം, അല്ലെങ്കിൽ ഒരു ടൈമിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര 100 സെക്കൻഡ് ഉണ്ട്? അങ്ങനെ നമ്മൾ നോക്കുക അല്ലെ. ഒരു കിലോഗ്രാമിൽ എത്ര 100 ഗ്രാം ഉണ്ട് നോക്കി, ഒരു മീറ്ററിൽ എത്ര 10 സെന്റിമീറ്റർ ഉണ്ട് നോക്കി, അതുപോലെ ഒരു സെക്കൻഡിൽ എത്ര 100 സെക്കൻഡ് ഉണ്ട്? ഒരു സെക്കൻഡിൽ 1/100 സെക്കൻഡ്സ് ആണുള്ളത്. 1/100 അല്ലെങ്കിൽ 10⁻⁻² സെക്കൻഡ്. ടൈം മാത്രം ഇവിടെ വലിയ യൂണിറ്റ് ആണ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ എന്താവും? ആ നമ്പർ ചെറുതാവും. യൂണിറ്റ് വലുതാവുമ്പോൾ നമ്പർ ചെറുതാവും. ഓക്കെ, അതാണ് ടൈം 10⁻² വന്നത്. ബാക്കി അവിടെ വീണ്ടും വേറൊരു 10⁻² കൂടി ഉണ്ട് അല്ലെ. സെക്കൻഡ്⁻², ആണ്. അപ്പൊ 10⁻², ഹോൾ⁻². ഓക്കെ, ഇത്രയുമാണ് പുതിയ യൂണിറ്റ്, ന്യൂ യൂണിറ്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോണേ? ഇനി ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോണേ. 10 × 10² 10³ ഇൻറ്റു 10⁻² ഇൻറ്റു ഹോൾ⁻², 10⁴ ന്യൂ യൂണിറ്റ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 10�7 ന്യൂ യൂണിറ്റ്. ഓക്കെ, അപ്പോ നമുക്ക് ആൻസർ വരുക ഓപ്ഷൻ ഡി ആണ്, 10�7 ന്യൂ യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക, പിന്നീട് സമയം ഉണ്ടെങ്കിൽ എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് നോക്കി. എന്താ ഞാൻ ചെയ്തത്? ഞാൻ ജൂളിന് ആദ്യം കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ആ ടേമിലോട്ട് മാറ്റി. കാരണം എന്താ, അതേ എനിക്ക് ഇവിടെ തന്നിട്ടുള്ളൂ കൺവേർഷൻസ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ആ ടേമിലോട്ട് മാറ്റി. പിന്നീട് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിന്റെ പവർ എല്ലാം കറക്റ്റ് ആക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് 10�7 യൂണിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഉള്ളത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് വളരെ ഈസി ആയിട്ടുള്ള നമ്മൾ ചെയ്ത ടൈപ്പ് ഓഫ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തല്ലേ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നീട് ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവസാന സമയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? QR കോഡ് സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് nsmc.exandylearning.com എന്ന് ഗൂഗിളിലോ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിലോ അടിച്ചിട്ട് അവിടെയും രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പ്രാക്ടീസ് ആണ്. അപ്പോൾ നന്നായിട്ട് എഴുതുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഒരു പ്രാക്ടീസ് കിട്ടും, ഒരു എക്സാമിന്റെ ആംബിയൻസ് കിട്ടും. നിങ്ങൾക്ക് ബാക്കിയുള്ള കുട്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. ഓക്കെ, സ്കോളർഷിപ്പ് ഉണ്ട്, ക്യാഷ് പ്രൈസ് ഉണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓൾ ദി ബെസ്റ്റ്.